ഈ ലോകത്ത് രണ്ട് തരത്തിൽ വിജയിച്ചിട്ടുള്ള ആളുകളുണ്ട്. ടു കൈൻഡ്സ് ഓഫ് സക്സസ്ഫുൾ പീപ്പിൾ ഇൻ ദ വേൾഡ്. ഒന്നാമത്തെ കൂട്ടം ആൾക്കാർ നോക്കിക്കഴിഞ്ഞാൽ ദോസ് ഹു സക്സീഡഡ് ബട്ട് ആർ നോട്ട് ഷുവർ ഹൗ എന്നുള്ള കാറ്റഗറി. അവർ വിജയിച്ചിട്ടുണ്ട്, പക്ഷേ എങ്ങനെയാണ് വിജയിച്ചതെന്ന് അവർക്ക് അറിയില്ല. രണ്ടാമതൊരു കൂട്ടം ആൾക്കാരുണ്ട്, ദോസ് ഹു ക്യാൻ സക്സീഡ് അഗെയിൻ ഇഫ് ദേ ഹാഡ് ടു ഡു ഇറ്റ് ഓൾ ഓവർ അഗെയിൻ. ഇനിയും ആവശ്യമാണെങ്കിൽ വീണ്ടും വീണ്ടും വിജയിക്കാൻ പറ്റുമെന്ന് ചിന്തിക്കുന്ന അതിന് പ്രാപ്തരായ ആളുകൾ. ഈ രണ്ടാമത്തെ ആളുകൾ തന്നെയാണ് തീർച്ചയായിട്ടും പവർഫുൾ. അവരുടെ ആ മന്ത്രം എന്താണ്? സക്സസ് പ്ലസ് റിഫ്ലക്ഷൻ ഈക്വൽ ടു റെപ്ലിക്കബിലിറ്റി എന്ന് പറയുന്ന അവസ്ഥയാണ്. എങ്ങനെ ഞാൻ വിജയിച്ചു എന്നുള്ളത് സ്വയം മനസ്സിലാക്കി അതിൻ്റെ ആ ഒരു ഐഡിയ അല്ലെങ്കിൽ ആ വിജയിക്കാനുള്ള രീതി എന്താണെന്നുള്ളത് അവർ മനസ്സിലാക്കി കഴിഞ്ഞു. ഇങ്ങനെയുള്ളവർക്കാണ് വിജയം എന്ത് മേഖലയിൽ ചെന്നാലും വീണ്ടും വീണ്ടും വിജയിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പുവരുത്തുക, നമ്മുടെ കൺട്രോൾ, സക്സസ്സിന് മുകളിലുള്ള നമ്മുടെ കൺട്രോളാണ് ശരിക്കും വീണ്ടും വീണ്ടും വിജയിക്കാൻ പ്രാപ്തരാക്കുന്നത്. സക്സസ് പ്ലസ് റിഫ്ലക്ഷൻ ഈക്വൽ ടു റെപ്ലിക്കബിലിറ്റി.